ഹായ് മക്കളെ, പ്രദീപ് സാറാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്തിരി ലോങ് ചാപ്റ്റർ ആണ്. എന്തൊക്കെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. യെസ്, സോ ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. സോളിഡ്സിന് മുന്നിലുള്ള ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 8 ആണ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നത് പാസ്കൽസ് ലോ ആണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കണേ, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലേ. അപ്പോൾ അത് എക്സാമുകൾക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പാസ്കൽ ലോ ആണ്. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് pressure applied to an enclosed fluid is transmitted equally to every portion of the fluid and the walls of the containing vessel. അത് പാസ്കൽ ലോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ നിന്ന് F1/A1 എന്ന് പറഞ്ഞാൽ P1 ആണെങ്കിൽ P2 എന്ന് പറഞ്ഞാൽ F2/A2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രഷർ ഈക്വൽ ആണ്. പ്രഷർ ഈക്വൽ ആണെങ്കിൽ P1 is equal to P2. ദാറ്റ് മീൻസ് F1/A1 is equal to F2/A2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 8-നപ്പുറത്തേക്ക് എടുക്കുക, F1/A1 into A2 എന്ന് പറയാം. അതായത് സിസ്റ്റം എൻക്ലോസ്ഡ് ആണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന സ്മോൾ പ്രഷർ ഒരു 5 ന്യൂട്ടൺ പെർ മീറ്റർ, ഓരോ മീറ്റർ സ്ക്വയറിലും 5 ന്യൂട്ടൺ ആണെങ്കിൽ, ഓരോ മീറ്റർ സ്ക്വയറിലും 5 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഓരോ മീറ്റർ സ്ക്വയറിലും ഇതിപ്പോൾ ഒരു ആരോ വിചാരിക്കുക, ഇവിടെ ചെല്ലുമ്പോൾ ഓരോ മീറ്റർ സ്ക്വയറിലും 5 ന്യൂട്ടൺ 5 ന്യൂട്ടൺ 5 ന്യൂട്ടൺ 5 ന്യൂട്ടൺ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്പേസ് കൂടുതലായതുകൊണ്ട്, ഏരിയ കൂടുതലായതുകൊണ്ട് അവിടെ ചെല്ലുന്ന ടൈമിൽ ക്ലോസ് സിസ്റ്റം ആയതുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആണ്. പക്ഷേ ഫോഴ്സിൻ്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ഏരിയ ഡിസ്ട്രിബ്യൂഷൻ കൂടി. അപ്പോൾ ചെറിയൊരു ഫോഴ്സ് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അത് വലിയൊരു ഫോഴ്സായിട്ട് മാറുകയും പ്രഷർ ഈക്വൽ ആണ്. ഓരോ ഏരിയയിലെയും ഫോഴ്സിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഏരിയ കൂടുതലാണ്. സോ അപ്ലൈ ചെയ്യണത് ലാർജ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്ത് ആ ലാർജ് ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊക്കാൻ പറ്റും. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സെക്ഷനിൽ ചോദ്യം വരാവുന്നത് പാസ്കൽ ലോ ആണ്. ഇനി സെക്കൻഡ് ചോദ്യം വരാവുന്നത് എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ആണ്. അതായത് ഫ്ലൂയിഡ് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഓപ്പോസിറ്റ് ആയിട്ട് മോഷൻ കാരണമുള്ള ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. അത് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ടല്ലേ, സ്റ്റോക്സ് ലോ വെച്ച് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് വിസ്കോസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കാം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ, കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ΔX/L ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ΔT ആണ്. അപ്പോൾ ΔX/ΔT വരും. എന്ത് വരും, ΔX/ΔT L ΔT. ΔX/ΔT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ആണ്. വെലോസിറ്റി ബൈ L എന്ന് കിട്ടും. എന്ത്, സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി, ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയും, അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/L എന്നും കിട്ടി. അപ്പോൾ FL ഡിവൈഡ് ബൈ VA ആണ് എന്ത് പറയണത്, കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ ഇക്വേഷൻസ് ഏതൊക്കെയാണ്, ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ, L എന്ന് പറഞ്ഞാൽ ലെങ്ത്. ഓക്കെ, അവന് യൂണിറ്റ് ചോദിക്കാറുണ്ട്, പോയിസ് സെല്ലി അല്ലെങ്കിൽ ഡെക്കാ പോയിസ്. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് ആണ്. ഡയമെൻഷൻ ml⁻⁻1 T⁻⁻1 കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്റ്റോക്സ് ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോ ആണ്. അപ്പോൾ വിസ്കോസിറ്റി എന്താണെന്ന്, വിസ്കോസിറ്റി കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോ ആണ് സ്റ്റോക്സ് ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ലോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6π∗RV. ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. 6 കോൺസ്റ്റൻറ്റ്, പൈ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ പഠിച്ചോളൂ. നീറ്റ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദാറ്റ് ഡ്രോപ്പ് ആൻഡ് V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ ഇതുമായിട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി എന്ന ചോദ്യം പല തവണ കണ്ടിട്ടുണ്ട്. ഒരു തവണ 2017 ചോദ്യം വന്നേക്കുന്നത് അതിൻ്റെ പ്രോബ്ലം സെക്ഷനാണ് ചോദ്യം വന്നേക്കുന്നത്. അതായത് ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കുക, അതാണ് മെയിൻ പർപ്പസ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, സെറ്റാക്കി എടുക്കാം.
അതിലെ യെസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കോൺസ്റ്റന്റ് മാക്സിമം വെലോസിറ്റി അക്വയർഡ് ബൈ എ ബോഡി വൈൽ ഫോളിംഗ് ത്രൂ എ വിസ്കസ് ഫ്ലൂയിഡ്. അതായത് ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ കൂടെ ഒരു ബോഡി താഴത്തോട്ട് വീഴുന്ന സമയത്ത് അതിന് എന്തെല്ലാം ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വെലോസിറ്റിയിലായിരിക്കും താഴത്തോട്ട് വരുന്നത്. ആ ഒരു താഴത്തോട്ട് വരുന്ന വെലോസിറ്റി വിളിക്കുന്ന പേരാണ് മക്കളെ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെന്ന് ആദ്യം പറയാം. അപ്പോൾ ഒരു ഡ്രോപ്പ് ഉണ്ട്. ആ ഒരു ഒരു സ്ഫെറിക്കൽ ഷേപ്പിനുള്ള ബോഡിയാണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ R എന്ന് എടുക്കുന്നു. ഡെൻസിറ്റി, ആ ഒരു ബോഡിയുടെ ഡെൻസിറ്റി റോ ആണെങ്കിൽ അതൊരു ഫ്ലൂയിഡ് കൂടെയാണ് വീഴണമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്. ഇനി 3 ഫോഴ്സുകളാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോഴ്സ് വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് പോരാ, അതുമാത്രമല്ല എപ്പോഴും ഒരു ഫ്ലൂയിഡ് താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ അപ്വേർഡ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ബോയൻസി ഓർ അപ് ത്രസ്റ്റ്. ഓക്കെ, അതുകൂടാതെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, ഒരു ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് നമ്മൾ പഠിച്ചു വിസ്കോസിറ്റി, വിസ്കോസ് ഫോഴ്സ് എന്ന് പറയും. ആ വിസ്കോസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? സ്റ്റോക്സ് ഫോർമുല വെച്ചുള്ള 6π∗RV. അതും ആക്ടിങ് അപ്വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഫോഴ്സുകളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡയറക്ഷൻ സെറ്റാക്കി വയ്ക്കാം. ഒന്ന് വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ഇനി വിസ്കസ് ഫോഴ്സ് ഈസ് ആക്ടിങ് അപ്വേർഡ് ആൻഡ് അപ് ത്രസ്റ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ ഈ 3 ഫോഴ്സുകൾ മാത്രമാണ് ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, ആ ഒരു ഫ്ലൂയിഡിലോട്ട് വീഴുന്നത് കാരണം. ഇനി ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് ബാലൻസിങ് ആണ്. ഓക്കെ, അപ്പോൾ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്, അതായത് മുകളിലോട്ട് 2 ഫോഴ്സുകൾ അത് ഈക്വൽ ടു താഴത്തോട്ടുള്ള ഫോഴ്സ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് പ്ലസ് അപ് ത്രസ്റ്റ് ദേ ആർ ആക്ടിങ് അപ്വേർഡ്സ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ മെയിനായിട്ട് എഴുതേണ്ടത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇക്വേഷൻസും ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? mg ആണ്. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഡിയുടെ ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി റോ എന്ന് എടുത്തിരുന്നു. 4/3πr³ ഇൻറ്റു g ആണ്. അപ്പോൾ നമുക്ക് മാസ് കിട്ടി. ഓക്കെ, അതിനുശേഷം നമുക്ക് കിട്ടേണ്ടത് അപ് ത്രസ്റ്റ് ആണ്. അപ് ത്രസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ബോഡി താഴത്തോട്ട് വീഴുമ്പോൾ ആ ബോഡിയുടെ വോളിയത്തിനനുസരിച്ചുള്ള അപ് ത്രസ്റ്റ് ആണ് എന്ത് ചെയ്യുള്ളൂ? ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുള്ളൂ. പക്ഷെ ആരാണ് കൊടുക്കുന്നത്? ആ ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി മറന്നു പോകരുത്. റോ എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ഡെൻസിറ്റി ആണെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്താണ്? സിഗ്മ. എത്ര വോളിയത്തിൽ? ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പിൻ്റെ അതേ വോളിയത്തിൽ എന്ത് ചെയ്യുന്നു? 4/3πr³ ബാക്കി g. അപ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? അപ് ത്രസ്റ്റ് കൊടുക്കാറുള്ളൂ. ആരെ? ഫ്ലൂയിഡ്. അപ്പോൾ അപ് ത്രസ്റ്റും കഴിഞ്ഞു. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് വിസ്കസ് ഫോഴ്സ്. എന്താണ്? സ്റ്റോക്സ് ഫോർമുല വെച്ചിട്ട് കാണാതെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, 6π∗RV. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് പ്ലസ് അപ് ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6π∗RV. അപ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു 4/3πr³ ഇൻറ്റു g. പിന്നെ പറയണത് റോ ഇൻറ്റു 4/3πr³ ഇൻറ്റു g. ആകെ റോ വ്യത്യാസമുള്ളൂ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി ആണ്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് താഴത്തോട്ട് വീഴുന്ന വെലോസിറ്റി ആണെങ്കിൽ അപ്പോൾ ആ വെലോസിറ്റിയുടെ ടേം ഉള്ളത് ഇവിടെ മാത്രം 6π∗RV. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ടേമിനെ മാത്രം അവിടെ നിർത്തുക, ബാക്കി അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഈ ടേം ഓൾറെഡി ഉണ്ട്. ഇനി ഈ ടേം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ്. രണ്ടിൻ്റെ ടേമിലും കോമൺ ആയിട്ടുള്ളത് 4/3πr³ g 4/3πr³ g. റോ മൈനസ് സിഗ്മ എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റീൻ്റെ അവിടെ നിർത്തുക, ബാക്കിയുള്ള ടേമിനെ അപ്പുറത്തേക്ക് എടുക്കുക. നമുക്ക് എന്ത് കിട്ടി? 3π എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ ഇക്വേഷൻ കിട്ടും. നമ്മൾ പരിചയമുള്ള ഇക്വേഷൻ ആണ് ടെർമിനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 2/9η r² g റോ മൈനസ് സിഗ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഫൈനൽ ഇക്വേഷനും കാണാതെ പഠിച്ചു വെച്ചോ. ചിലപ്പോൾ പ്രോബ്ലം സിമ്പിളായിരിക്കും. ടിസ്റ്റുള്ള പ്രോബ്ലംസ് വളരെ കുറവാണ് ചോദിക്കണേ. അതിൽ ഒന്ന് അറിയേണ്ട കാര്യം, ഇത് പ്രോബ്ലത്തിൽ മീറ്റർ തരും, പിന്നെ ആറും തരും,
ജീൻ്റെ വാല്യൂ നമുക്കറിയാം 9.8 എന്നറിയാം. പിന്നെ ഉള്ളത് നമ്മുടെ റോയും പിന്നെ ഉള്ളത് സിഗ്മയുമാണ്. ആ രണ്ട് കാര്യങ്ങളും പ്രോബ്ലത്തിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനൽ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സെറ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുമായിട്ട് പിന്നീട് വന്നൊരു ഇക്വേഷനാണ് ബെർണോൾസ് പ്രിൻസിപ്പിൾ. ഈ ചാപ്റ്ററിൽ തന്നെ മക്കളെ ബെർണോൾസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളൊരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ചോദ്യം, ഒരു മാർക്കിന് ചോദ്യം കണ്ടിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഏത് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. അതിൽ ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ രണ്ടാണ്. അത് ഈ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത്തിരി കൂടുതലാണ്, അതിനെ ഞാൻ A1 എന്ന് കൊടുക്കുന്നു. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെറുതാണ്, A2. എന്തായാലും ഇൻലെറ്റിൽ കയറുന്ന വെലോസിറ്റി V1 ആണ്, ഔട്ട്ലെറ്റിൽ കൂടെ പോകുന്ന വെലോസിറ്റി V2 ആണ്. ഞാനിവിടെ എടുക്കുന്നത് ഇത്ര ഡിസ്റ്റൻസിലും ഇവിടെയും എടുക്കുന്നു, രണ്ട് സെക്ഷനിലും വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ട്, ഇവിടെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ടൈം ഇൻ്റർവൽ, സെയിം ടൈം ഇൻ്റർവെല്ലാണ് എന്ത് ചെയ്തേക്കണത്, ഈ വെള്ളം എൻ്റർ ചെയ്യണത്, ലീവ് ചെയ്യണം. അപ്പോൾ അറിഞ്ഞിരിക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. അതായത് ഇൻലെറ്റിൽ കയറുന്ന മാസ് തന്നെയാണ് ഔട്ട്ലെറ്റിലും എന്ത് ചെയ്യുന്ന, ലീവ് ചെയ്യുന്ന മാസ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുന്ന വാട്ടറും അതേപോലെ രണ്ടാമത്തെ സെക്ഷനിൽ എൻ്റർ ചെയ്യുന്ന വാട്ടറുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വോളിയം ഓഫ് ദി ഫ്ലൂയിഡ്, വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒടുക്കി പഠിച്ചിട്ടുണ്ട്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയുമുള്ള ഡിസ്റ്റൻസിലാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, D1 ഡിസ്റ്റൻസിലാണ് ഞാൻ വെള്ളത്തിനെ എൻ്റർ ചെയ്യിപ്പിക്കുന്നത്, പുറത്തോട്ട് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ V1 ഇൻറ്റു A1 ഇൻറ്റു D1. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് കിട്ടി, വെലോസിറ്റി ഇൻറ്റു ടൈം. ശ്രദ്ധിക്കുക, ടൈം ഇൻ്റർവെൽ 5 സെക്കൻഡിൽ എൻ്റർ ചെയ്യുന്ന വെള്ളം തന്നെയാണ് 5 സെക്കൻഡിലും എന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ക്രോസ് സെക്ഷനാണ് അപ്പുറം ഇപ്പുറത്തേക്ക്. അപ്പോൾ ഡിസ്റ്റൻസ് രണ്ടും എന്തായിരിക്കും, രണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, കാരണം ഏരിയ ക്രോസ് സെക്ഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ അളവ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വെലോസിറ്റി ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, സിമ്പിൾ. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് എൻ്റർ ചെയ്യണമെങ്കിൽ വാട്ടർ ഡെൻസിറ്റി റോ ഇൻറ്റു A1 V1T. ഇതങ്ങ് ബോക്സിലേക്ക് വെച്ചേക്കാം, സിമ്പിൾ പരിപാടി, ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഔട്ട് ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയാം V2. അപ്പോൾ വോളിയം എന്ത് കിട്ടി, A2 D2, D2ന് പകരം V2 ഇൻറ്റു T2 എടുക്കേണ്ട കാര്യമില്ല. T2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു സെയിം ടൈം ഇൻ്റർവൽ തന്നെയാണ്. അപ്പോൾ A2 V2T, സിമ്പിൾ. മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ഔട്ട് ഓഫ് ദി B എന്തായിരിക്കും, സെയിം ഡെൻസിറ്റി ഉള്ള വെള്ളമാണ് എൻ്റർ ലീവ് ചെയ്യണത്. അപ്പോൾ എന്ത് കിട്ടി, റോ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ A2 V2T. ഇനി ഞാൻ പറഞ്ഞു കൺസർവേഷൻ ഓഫ് മാസ് ആണ്, അതായത് ഈ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ഉം 1ഉം എന്ത് തന്നെയാണ്, കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം മാസ് എൻ്ററിങ് ഇസ് ഈക്വൽ ടു മാസ് ലീവിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റോ A1 V1T ഇസ് ഈക്വൽ ടു A2 V2T. സിമ്പിൾ, ടിയും ക്യാൻസൽ ചെയ്യുക, റോയും ക്യാൻസൽ ചെയ്യുക. A1 V1 ഇസ് ഈക്വൽ ടു A2 V2. ദാറ്റ് മീൻസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് മീൻ ചെയ്യണത്, ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. തിരിച്ചും പറയാം, ഏരിയ ഡിക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സിമ്പിൾ കാര്യമല്ല കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പ്രിൻസിപ്പിളാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിച്ചോളണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഈ ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നേക്കണ ഒരു തിയറമാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഒരുപാട് ആപ്ലിക്കേഷനും വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബെർണോൾസ് പ്രിൻസിപ്പിൾ ആദ്യം നമുക്ക് പഠിക്കാം. ആദ്യം പഠിക്കേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്ത് കൺസർവേഷനാണ്, കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ബെർണോൾസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഐഡിയൽ ഫ്ലൂയിഡ് ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി and potential energy per unit volume is equal to a constant ആണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാല്യൂ ആണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി, അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സ്ഥലത്ത് പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്താണ്, എത്ര എനർജി ഉണ്ട്, 3 ടൈപ്പുകളാണ്. ഒന്ന് പ്രഷർ,
ഒന്ന് കൈനറ്റിക്, മൂന്നാമത്തത് പൊട്ടൻഷ്യൽ. അതെല്ലാം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുക പെർ യൂണിറ്റ് വോളിയത്തിൽ കേട്ടോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റഡി ഫ്ലോ, എന്താ പറയുക, ലാമിനാർ ഫ്ലോ എന്നും പറയാറുണ്ട്. സ്ലോ സ്റ്റഡി ഫ്ലോ ആണത്. അതായത് വെലോസിറ്റി ഒരു പോയിന്റിൽ കൂടെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ് സ്ട്രീം ലൈൻ ഫ്ലോ. അതിനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് കുറവാണ്. അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിസ്കസ് ചെയ്യണത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയണത്. ഓക്കെ, സോ ഡെറിവേഷൻ നമുക്ക് നോക്കാം ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് നമ്മൾ എടുക്കുന്നു. യെസ്, ആ പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ A1 ആണ്. എ സെക്ഷൻ എന്ന് പറഞ്ഞാൽ A1 ആണ്, ഇവിടെ A2 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V1 ആണ്, പുറത്തോട്ട് ലീവ് ചെയ്യുന്ന വെലോസിറ്റി V2 ആണ്. യെസ്, അറ്റ് എ ഹൈറ്റ്, ഈ ഫസ്റ്റത്തെ പൈപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H1, സെക്കൻഡിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H2 ആണ്. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, പ്രഷർ ശ്രദ്ധിക്കുക. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ വർക്ക് ഫോഴ്സ് അങ്ങോട്ടാണ് എക്സേർട്ട് ചെയ്യണത്. അതായത് അതിൽ അങ്ങോട്ട് കൊടുത്താൽ മാത്രമാണ് വാട്ടർ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നുള്ളൂ, പൈപ്പിൽ കൂടെ എൻ്റർ ചെയ്യുന്നുള്ളൂ. പുറത്തോട്ട് അവർ ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് പുറത്തോട്ട് ലീവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഓരോ ടേംസുകൾ അറ്റ് ദ എൻഡ് A1 ഏരിയ, V1 വെലോസിറ്റി, പ്രഷർ P1, ഫോഴ്സ് F1, ഹൈറ്റ് H1. എൻഡ് ബിയിൽ A2, V2, P2, F2, H2. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഡയറക്ഷൻ, പ്രഷർ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ സെറ്റായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് എനർജി തിയറം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു എനർജിയും ഡിറൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് വർക്ക് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മാത്രമാണ് അവിടെ പഠിച്ചത്. പക്ഷേ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കി വെച്ചേക്കണം അല്ലേ. ഒരു ഹൈറ്റ് H1 ഒരു ഹൈറ്റ് H2 ആണെങ്കിൽ അവിടെ ആരും കൂടി ഉണ്ട്, ഹൈറ്റ് കാരണമുള്ള എനർജി അല്ലെങ്കിൽ പൊസിഷൻ കാരണമുള്ള എനർജി എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പം ഇങ്ങനെ വച്ചിരുന്ന പൈപ്പ് നേരെയാണ് വെക്കണമെങ്കിൽ രണ്ടുപേരും ലെവൽ ഹൈറ്റ് സെയിം ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇതില്ല. ഓക്കെ, അപ്പോൾ അവിടെ ചരിച്ച് വെച്ചേക്കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി വരും. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ യെസ്, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷർ P1, ഏരിയ A1, എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് D1 ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, A1 ഇൻറ്റു D1 എന്ന് പറഞ്ഞാൽ അവിടെ എൻട്രി ചെയ്യുന്ന എന്താണ്? ഡിസ്റ്റൻസ്, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്താണ്? യെസ്, V അല്ലേ. അപ്പോൾ അവിടെ കിട്ടി P1 ഇൻറ്റു V. അപ്പോൾ V എന്ന് പറഞ്ഞാൽ വോളിയം കൂടെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്താണ്? ലീവിങ്ങിൻ്റെ കേസ്. അപ്പോൾ W2 ആണ്. അപ്പോൾ W2 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പ്രഷർ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുത്താൽ മാത്രം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യണത്? പുറത്തോട്ട് വെള്ളത്തിന് ഫ്ലൂയിഡിന് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെയിം ഇക്വേഷൻ P2 A2 D2 മൈനസ് ഇട്ട് കൊടുക്കാം. എഗെയിൻ A2 ഇൻറ്റു D2 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഏരിയ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യണം, ലീവ് ചെയ്യുന്ന വോളിയം പെർ വോളിയം എന്നാണ് എടുത്തേക്കാം നമ്മൾ, ഓർമ്മ വേണം. അപ്പോൾ വോളിയം സെയിം ആയിരിക്കും V, P2 ഇൻറ്റു V. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W ഈക്വൽ W1 പ്ലസ് W2 ആണെങ്കിൽ P1V പ്ലസ് മൈനസ് P2V. ഇനി എന്ത് ചെയ്യുക? യെസ്, എന്ത് ചെയ്യുക? P1V മൈനസ് P2V. ഇതിൽ നിന്നും ആരെ പുറത്തേക്ക് എടുക്കാം? P1 മൈനസ് P2 ഇൻറ്റു V എന്ന് പുറത്തേക്ക് എടുക്കാം. കാരണം V രണ്ടിലും കോമൺ ആണ്, വോളിയം സെയിം ആണ്. ഓക്കെ, യൂണിറ്റ് വോളിയം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എടുത്തേക്കണം. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സിമ്പിളാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. ദാറ്റ് ഈസ് ഹാഫ് mv² മൈനസ് ഹാഫ് mv1². ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് mgh2 മൈനസ് mgh1. ഇനി സിമ്പിളാണ്, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P1V മൈനസ് P2V. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv2², ഫൈനൽ വെലോസിറ്റി, പുറത്തെ വെലോസിറ്റി V2² മൈനസ് ഹാഫ് mv1² പ്ലസ് mgh2 മൈനസ് mgh1. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ടേമുകൾ ഒരേ സൈഡിലേക്ക് ആക്കുക, 2 എന്ന് പറയുന്ന ടേമുകൾ ഒരേ സൈഡിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, എല്ലായിടത്തും ഈ ടേമുകൾ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൈനസ്
ഇതും പ്ലസ് ആവും, ഇതും പ്ലസ് ആവും. ഇനി മൈനസ് P2V അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ P1V ഹാഫ് mv1 2 mgh1, P2V ഹാഫ് mv2 2 mgh2. എല്ലാ ടൈമിൻ്റെയും കൂടെ പെർ വോളിയം ആ വോളിയത്തെ കുറിച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്ക് എന്ത് കിട്ടി? എല്ലാ ടൈമിൽ നിന്നും വി കട്ട് ചെയ്ത് പോയി. ഇനി ശ്രദ്ധിക്കുക, മാസ് ബൈ വോളിയം ഡെൻസിറ്റി, എഗെയിൻ മാസ് ബൈ വോളിയം ഡെൻസിറ്റി, P2V കട്ട് ചെയ്തു, മാസ് ബൈ വോളിയം ഡെൻസിറ്റി, യെസ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി. അപ്പോൾ ശ്രദ്ധിച്ചോ, പ്രഷർ P ഹാഫ് റോ V1 സ്ക്വയർ റോ GH1. ഓക്കെ, ഇതേ ടേമുകൾ തന്നെയല്ലേ ഈക്വൽസ് തന്നെ അപ്പുറത്തുള്ളത്, പക്ഷേ 2 സെക്കൻഡ് പോയിന്റ് ആയതുകൊണ്ട് 2 ഹാഫ് റോ V2 സ്ക്വയർ, തേർഡ് ടൈം ആയതുകൊണ്ട് റോ GH2. ഇനി മൂന്നാമത്തെ ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? ഈക്വൽ ടു P3 പ്ലസ് ഹാഫ് റോ V3 സ്ക്വയർ പ്ലസ് റോ GH3. നാലാമത്തെ ടൈം ഉണ്ടെങ്കിൽ P4 പ്ലസ് ഹാഫ് റോ P4 സ്ക്വയർ പ്ലസ് റോ GH4 എന്നും പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എല്ലാ ടേമിലും ഈ ടേമുകൾ 3 ടേമുകളുണ്ട്, അതെല്ലാം എല്ലായിടത്തും എന്താണെന്ന് പറയാം? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. സോ ദ സം ഓഫ് പ്രഷർ, കൈനറ്റിക് പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻസിപ്പിൾ, മറന്നു പോകരുത്. ഡെറിവേഷൻ എന്തായാലും എഴുതി പഠിച്ചോളണം, എക്സാമുകൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ എന്തുണ്ട്? 3 ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരു ആപ്ലിക്കേഷൻ ടോറിസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കണത് കുറവാണ്, പക്ഷെ എന്നാലും പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ. വേറെ ആപ്ലിക്കേഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആപ്ലിക്കേഷനാണ് യെസ് മാഗ്നസ് എഫക്റ്റ്. മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിൻ ബോളിൻ്റെ കേസൊക്കെ നമ്മൾക്ക് അറിയാം അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണത്. ഓക്കെ, വേറൊരു കറങ്ങിയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അപ്പോൾ ഡയറക്ഷൻ ആയാലും ഡൗൺവേർഡ് ഡയറക്ഷൻ ആയാലും വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ബോൾ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. പക്ഷേ ബോൾ സ്പിൻ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, സ്പിൻ ചെയ്യുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യണത്, മറ്റത് കറക്കല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ബോൾ എന്ത് ചെയ്യണത്? കറങ്ങണത്. അപ്പോൾ ആ സമയത്ത് താഴത്തെ എയറിൻ്റെ സ്ട്രീം ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. രണ്ടും ബോളിൻ്റെയും ഇതിൻ്റെ ഡയറക്ഷൻ എന്ത് തന്നെയാണ്? സെയിം ആയതുകൊണ്ട് അവിടെ വെലോസിറ്റി ഹൈ ആയിരിക്കും. പക്ഷേ അപ്വേർഡ് പൊസിഷനിൽ വെലോസിറ്റി ട്രാവൽ ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബോൾ കറങ്ങണതുകൊണ്ട് വെലോസിറ്റി ലോ ആയിരിക്കും. ബെർണോൾസ് പ്രിൻസിപ്പിൾ പ്രകാരം വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പ്രഷറാണ്. അപ്പോൾ പ്രഷർ അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? കൂടും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രഷർ കുറയും. സോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് ഈ ബോളിന് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ബോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയ ബോൾ എയറിൽ കൂടെ തന്നെ എന്ത് ചെയ്യും? തിരിഞ്ഞ് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇതിനെയാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് എയറോഫോയിൽ നടക്കുന്നത്. അപ്പോൾ എയറോഫോയിലിൽ അപ്വേർഡ് ഡയറക്ഷനിലുണ്ട്, അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷൻ ഷേപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് പ്രഷർ ഡിഫറൻസ് കാരണം താഴെ ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഹൈ പ്രഷർ, മേളിൽ ലോ പ്രഷർ. ലിഫ്റ്റ് കാരണം എന്ത് ചെയ്യുന്നു? എയറോഫോയിൽ മേലോട്ട് പറക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ആപ്ലിക്കേഷനിൽ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡെറിവേഷൻ സിസ്റ്റംമാർ വരുന്നുണ്ട്. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ ദ വെർച്യൂ ഓഫ് ഇറ്റ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. ഇക്വേഷൻ, അതായത് സർഫസിൽ മാത്രമുള്ള എക്സ്ട്രാ ഫോഴ്സാണ്. ബാക്കി എല്ലാ ഡയറക്ഷനിലും ബാക്കി എല്ലാ സ്ഥലത്തും എന്തുണ്ട്? അഡ്ജസ്റ്റൻറ്റ് മോളിക്യൂൾസിലെ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് എല്ലാം എന്തുണ്ട്? ഫോഴ്സുകളെല്ലാം ബാലൻസ് ചെയ്ത് പോകും. പക്ഷേ അപ്വേർഡ് ഡയറക്ഷനിൽ സർഫസിൽ മാത്രം എന്തുണ്ട്? ഒരു എക്സ്ട്രാ ഫോഴ്സ് താഴത്തോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മേളിലോട്ടും ഇല്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യെസ്, ഒരു എക്സ്ട്രാ ഫോഴ്സ്, എക്സ്ട്രാ എനർജി എന്തുണ്ട്? സർഫസിൽ മാത്രമുണ്ട്. ആ ഒരു എക്സ്ട്രാ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സർഫസ് ടെൻഷൻ. അപ്പോൾ S is equal to ഫോഴ്സ് ബൈ L. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ. എസ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mt⁻⁻² ആണ്. സോഫ്റ്റ് ഫിലിമിന് 2 ഉണ്ട്, അതുകൊണ്ട് F/2L എന്നും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ സർഫസിൽ മാത്രമേ ഉള്ളൂ. ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫിനോമിന ഉള്ളത് കൊണ്ടാണ് ദേ ആർ എന്ത് ചെയ്യുന്നു? അവർ സ്ഫെറിക് ഡ്രോപ്പുകളുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ മിനിമം ആക്കാൻ നോക്കും. അങ്ങനെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്.
ഓക്കെ, അതുകൊണ്ടാണ് ഡ്രോപ്പുകളെല്ലാം എന്ത് ഷേപ്പ്, സ്ഫെരിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, പക്ഷേ അത് നമ്മുടെ എർത്തിലേക്ക് വരുമ്പോൾ ഗ്രാവിറ്റി കാരണം എന്ത് ചെയ്യാം, ആ ഷേപ്പ് നമ്മൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പ് വ്യത്യാസമുണ്ട്. ഓക്കെ, പക്ഷേ എക്സാക്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സ്ഫെരിക്കൽ ഇൻ ഷേപ്പാണ്. അപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാൻ നോക്കും. ഏറ്റവും ലെസ്സായിട്ടുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്യൂബല്ല, ക്യൂബോർഡല്ല, പ്രിസം അല്ല, ഏത് ഷേപ്പാണ്, നമ്മുടെ സ്ഫിയർ ആണ്. അതുകൊണ്ട് അതും അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ സർഫസ് എനർജിയാണ് ഇത് കഴിഞ്ഞുള്ള ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡ്രോപ്പിൻ്റെ ഉള്ളിൽ സർഫസ് ഏരിയ കുറയ്ക്കാൻ നോക്കും. ഇൻ കേസ് സർഫസ് ഏരിയ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ വർക്ക് കൊടുക്കണം. ആ വർക്കാണ് എന്ത് പറയണത്, എനർജി ആയിട്ട് അവർ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ യെസ്, ഇറ്റ് ഈസ് എക്സസ് എനർജി പൊസസ്ഡ് ബൈ ദ ലിക്വിഡ് മോളിക്യൂൾ ഓൺ ദ സർഫസ് കമ്പയർഡ് ടു ദോസ് ഇൻസൈഡ് ഓഫ് ദ ലിക്വിഡ്. അതായത് ഏതെങ്കിലും ഒരു സർഫസിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, എക്സ്പാൻഷൻ നടക്കും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു എനർജി അല്ലെങ്കിൽ ഒരു വർക്ക് കൊടുക്കണം. സോ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ലിക്വിഡ് സർഫസ്. അപ്പോൾ ഇക്വേഷൻ എന്താണ് സർഫസ് എനർജിയുടെ, വർക്ക് ഡൺ ഓൺ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഡിവൈഡ് ബൈ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ. എത്രയാണോ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യണേ അതിന് ന്യൂമറേറ്ററിൽ എത്ര വർക്കാണ് നമ്മളവിടെ കൊടുക്കുന്നത്, അതാണ് നമ്മുടെ സർഫസ് എനർജി ഇക്വേഷൻ. ആക്ച്വലി ന്യൂമറിക്കലി നമുക്ക് പറയാം സർഫസ് എനർജി എന്ന് പറയണതും സർഫസ് ടെൻഷൻ എന്ന് പറയണതും രണ്ടും ഈക്വൽ ആണ്, അതിൻ്റെ യൂണിറ്റുകളെല്ലാം സെയിം ആണെന്ന് നമുക്ക് ന്യൂമറിക്കലി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഷേപ്പുകളും എക്സസ് പ്രഷറുമായിട്ട് ടോപ്പിക്ക് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിരിക്കും ഇൻസൈഡ്, എയർ ബബിൾ എന്ന് പറഞ്ഞാൽ എയർ ആയിരിക്കും ഇൻസൈഡ്. ഇനി ലിക്വിഡ് ബബിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എയറും പുറത്തെ ഫിലിം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫിലിമുമായിട്ടുള്ള ആളാണ് ലിക്വിഡ് ബബിൾ. രണ്ട് സർഫസ് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സർഫസ് ഏരിയ, സർഫസ് ടെൻഷൻ കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, സർഫസ് ഏരിയ മിനിമം ആക്കാൻ നോക്കുന്നു. അപ്പോൾ ഉള്ളിലൊരു ഫോഴ്സ് കൂടുതലാണ്. ഓക്കെ, ഉള്ളിലൊരു ഫോഴ്സ് കൂടുതലെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ദാറ്റ് മീൻസ് ഇൻസൈഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, എക്സസ് പ്രഷർ അതായത് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവായിരിക്കും. ഉള്ളിൽ 7 ആണെങ്കിൽ പുറത്തൊരു 5 ആയിരിക്കും, അല്ലെങ്കിൽ 2 അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഫോഴ്സ് ആക്ടിങ് ഇൻസൈഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ്. ദാറ്റ് ഇസ് ഇൻസൈഡ് പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷർ. അതുമായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് എക്സസ് പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എക്സസ് പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫിഗർ ഒരു ഡ്രോപ്പ് വരയ്ക്കുക. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ PI ആണ്, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ PO ആണ്, റേഡിയസ് R ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, അവർ എക്സ്പാൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു Δr റേഡിയസ് കൂടുകയാണെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും എക്സസ് പ്രഷർ കൂടുതലാന്ന് പറഞ്ഞല്ലേ, ഫോഴ്സും കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് അവരെന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ ആണെങ്കിൽ. അപ്പോൾ അവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം, ബേസിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ 2 പ്രഷർ ഉണ്ട്, അപ്പോൾ 2 പ്രഷറും നമ്മൾ കുറയ്ക്കണം. ഏതാ പ്രഷർ കൂടുതൽ, ഇൻസൈഡ് പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷർ. ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആക്ട് ചെയ്യണത്, ആ ഒരു ഡ്രോപ്പിലാണ്, റേഡിയസ് R ആണ്, ദാറ്റ് ഇസ് 4πr². അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ PI മൈനസ് P0 ഇൻറ്റു 4πr² ആണെങ്കിൽ വർക്ക് ഡൺ ടു ഇൻക്രീസ്, ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, അതായത് ആ ഒരു റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് എന്താണ്, ഫോഴ്സ് ഇൻറ്റു എത്ര വർക്ക്, യെസ് ഈ Δr ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, PI മൈനസ് P0 ഇൻറ്റു 4πr² ഇൻറ്റു Δr. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ അവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് സെറ്റാക്കി വെക്കുന്നു. നമ്മൾ അത് കൂടാതെ സർഫസ് എനർജിക്കു സർഫസ് ടെൻഷൻ ന്യൂമറിക്കലി ഈക്വൽ എന്ന് പറഞ്ഞല്ലേ, അതായത് സർഫസ് എനർജിയുടെ ഇക്വേഷൻ തന്നെയാണ് സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വർക്ക് ഡൺ ഇൻ ഇൻക്രീസ് ഇൻ ദ സർഫസ് ഏരിയ ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പഠിച്ചു. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വർക്ക് ഡണ്ണിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, യെസ് എസ് ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ ആണ്. ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പ് ഇവിടെ R ആണ്, ഇവിടെ Δr ആണ്, മൊത്തം R പ്ലസ് Δr എന്ന് പറഞ്ഞാൽ ഫൈനൽ റേഡിയസ് കിട്ടും. അപ്പോൾ 4πr പ്ലസ് Δr ദ ഹോൾ സ്ക്വയർ. ഇനീഷ്യൽ ഏരിയ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 4πr². ഇത് A പ്ലസ് B ദ ഹോൾ സ്ക്വയർ ആണ്, A²
പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4πr². എപ്പോഴും നമ്മൾ പഠിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ഡെറിവേഷനിലും ഡെൽറ്റ ആർ സ്മോൾ ആണ്. അപ്പോൾ ഡെൽറ്റ ആർ സ്ക്വയർ എന്താണ്, വീണ്ടും ചെറുതായിട്ട് മാറും. കാരണം 0.001 ഒക്കെ ആയിരിക്കും ഇൻക്രീസ് ചെയ്യണത്. അപ്പോൾ അവിടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതാവേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് 4πr² 0 ആയിട്ട് പോകും. ഓക്കെ, അതുകൂടാണ്ട് ഈ 4πr² 4πr² അഗെയിൻ ക്യാൻസൽ ചെയ്യാം. സോ ദ ഇക്വേഷൻ ഈസ് W is equal to S into 8πr delta. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷൻ്റെ വർക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബേസിക് ഇക്വേഷനാണ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച സർഫസ് എനർജി, കാരണം സർഫസ് ടെൻഷനും ഈക്വൽ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഇക്വേഷൻ 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മൾ ബേസിക് ആയിട്ട് കണ്ടുപിടിച്ച ഇക്വേഷനും നമ്മുടെ ഇപ്പോൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൻ്റെ ടേമാണ് എക്സസ് പ്രഷർ, അവിടെ നിർത്തുക. ബാക്കിയുള്ള ഈ ആറിനെ എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് എടുക്കുക. ബാക്കിയെല്ലാം കട്ട് ചെയ്തു പോയി, കാരണം ഡെൽറ്റ ആർ കട്ട് ചെയ്തു പോയി, പയ്യും കട്ട് ചെയ്തു പോയി, r² ആറും കട്ട് ചെയ്തു പോയി. ഇനിയുള്ളത് 6 മാത്രം, പിന്നെയുള്ളത് ഇപ്പുറത്ത് 4ഉം 8ഉം 2 ആയിട്ട് മാറി. സോ ദ ഫൈനൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, എന്താണ്, 2s/r ഫോർ എയർ ബബിൾ എന്ന് പറഞ്ഞാൽ 2s/r ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്, എഴുതി പഠിച്ചോളൂ ഡെറിവേഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് അതിൻ്റെ ലിക്വിഡ് ബബിൾ. കാരണം ലിക്വിഡ് ബബിളിന് 2 സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എയർ പിന്നെ ലിക്വിഡ് ഫിലിം, പുറത്താണ് എയർ. ഓക്കെ, ഇവിടെ എയർ വരും, അതിൻ്റെ പുറത്തൊരു ലിക്വിഡ് ഫിലിം ഉണ്ടാവും, അതിൻ്റെ പുറത്തൊരു എയർ സർഫസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, Pi - P0 2 സർഫസ് ഉള്ളത് കൊണ്ട് 4s/r എന്നും നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, തീറ്റ. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അറിഞ്ഞാൽ മാത്രമാണ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്, കാപ്പിലറി റൈസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലിക്വിഡ് ടെസ്റ്റ് ട്യൂബിൽ കൂടെ വെള്ളം റൈസ് ചെയ്യണ കാപ്പിലറി റൈസും, ഡിപ്രഷൻ ആണെങ്കിൽ കാപ്പിലറി ഡിപ്രഷനും, വെള്ളത്തിന് വാട്ടറിന് കാപ്പിലറി റൈസും, അതുപോലെ തന്നെ മെർക്കുറിക്ക് കാപ്പിലറി ഡിപ്രഷനുമാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദി ലിക്വിഡ് സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദി ലിക്വിഡ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അല്ലേ, ഡെഫിനിഷൻ പറയണൊക്കെ നമുക്ക് ഫിഗർ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ സർഫസ് ആണ് ഇത്. ആ സർഫസിൻ്റെ ഈ ഒരു മെനിസ്കസ് കണ്ടല്ല, ഈ ഒരു മെനിസ്കസും ഇതിനെ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ സോളിഡ് സർഫസും ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കണത്, നമ്മുടെ സർഫസും നമ്മുടെ മെനിസ്കസും ഇതും ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ ടാൻജൻറ്റ് ഇതാ വരയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആംഗിളാണ്, ഇതാണ് തീറ്റ. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്ലാസ് സർഫസിനുള്ള ആംഗിൾ തീറ്റ, ദാറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്, ദാറ്റ് ഈസ് അക്യൂട്ട് ആംഗിൾ ആണ്. അതുകൊണ്ട് വാട്ടർ വെറ്റ്സ് ദി ഗ്ലാസ്, അറിഞ്ഞിരിക്കുക, വാട്ടർ വെറ്റ് ദി ഗ്ലാസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം ചെയ്യണ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് മെനിസ്കസ് ആണെന്നും, ഒപ്പം മെർക്കുറി ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിനേക്കാളും മേളിലാണ്, വിച്ച് മീൻസ് ദാറ്റ് ഇസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അതായത് മെർക്കുറി നോക്കുക, അവിടെ ഷേപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഫെരിക്കൽ ഷേപ്പ് തന്നെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അവിടെ സർഫസുമായിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, വെറ്റ് ആവുന്നില്ല. മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്. സോ ദ മെനിസ്കസ് ഈസ് കോൺവെക്സ് മെനിസ്കസ് ആണെന്നുള്ള കേസ്. അപ്പോൾ സോളിഡ് സർഫസും പിന്നെ അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഡ്രോപ്പിൻ്റെ ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത് പറയണത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യണതോ ഡസ് നോട്ട് വെറ്റ് ചെയ്യണതോ മനസ്സിലാക്കേണ്ടത്. അവൻ 90 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ അത് വെറ്റ് ചെയ്യും, 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ ഡസ് നോട്ട് വെറ്റ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. വാട്ടർ വെറ്റ് ചെയ്യും, മെർക്കുറി എന്ത് ചെയ്യുന്നില്ല, വെറ്റ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അതായത് കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബീക്കറിൽ ഞാൻ വെള്ളം എടുക്കുന്നു, ഒരു ചെറിയൊരു ട്യൂബ് ഞാൻ പ്ലേസ് ചെയ്യുന്നു, ആ ട്യൂബിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നു, വാട്ടർ റൈസ് ചെയ്ത് ഒരു ഷേപ്പിൽ ഫോം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു റൈസിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ചെറിയൊരു നാരോ ട്യൂബിൽ കൂടെ വെള്ളം റൈസ് ചെയ്യുന്നു, ദാറ്റ് ഇസ് കോൾഡ് കാപ്പിലറി റൈസ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേപ്പ് വരച്ചു, ആ ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഷേപ്പിനെ ഒന്നുകൂടെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഇവിടെ ഉണ്ട്, ആ ഷേപ്പ് ഇത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതിയിരിക്കുന്ന ഡൗട്ട് എപ്പോഴും വന്നതും ഇൻസൈഡ് പ്രഷറും
പുറത്ത് എഴുതിക്കണം ഔട്ട് സൈഡും. പക്ഷെ നമ്മൾ വിചാരിക്കും പുറത്തല്ല ഔട്ട് സൈഡ്, അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെയല്ല സംഭവം. ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോപ്പ് നമ്മൾ വരച്ചൊരു ഷേപ്പ് കിട്ടും. ഇനി പറ ഇത് ഇൻസൈഡും പുറത്തുള്ളത് എന്തായിരിക്കും? ഔട്ട് സൈഡുമാണെന്നുള്ള കൺസെപ്റ്റ്. ഇനി ദേ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് റേഡിയസ് ഓഫ് ദി ട്യൂബാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ട്യൂബാണ്. ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചിരിക്കുന്ന ആർ ഡാഷ് എന്ന് പറയുന്നത് വരച്ചിരിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ചെയ്ത ഡ്രോപ്പിൻ്റെ റേഡിയസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഞാൻ വരച്ചു നമ്മുടെ ടാൻജൻറ്റും സർഫസുമായിട്ട് തീറ്റ ആൻഡ് ഇസ് 90 മൈനസ് തീറ്റ. അഗെയിൻ ഇതെന്തായിരിക്കും? തീറ്റ ആയിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം റേഡിയസും നമ്മൾ മേക്കുന്നത് 90 കുറച്ച് കഴിഞ്ഞാൽ അവിടെ തീറ്റ കിട്ടും. ഓക്കെ, ഇനിയുള്ളത് പി ഐ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ആണ്. വരച്ചു. ഇത് പി ഐ, ഔട്ട് സൈഡ് പ്രഷർ പി ഒയുമാണ്. ഇനി ഓൾറെഡി അറ്റ്മോസ്ഫിയർ ഞാൻ എടുത്തിരിക്കുന്ന 2 പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന് ബി എന്ന് പറയുന്ന ഈ പോയിന്റും അതിനുശേഷം പുറത്തുള്ള പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റും. അപ്പോൾ ഫിഗർ ആറും ആർ ഡാഷും. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ട്യൂബ് ആണെങ്കിൽ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചിരിക്കുന്ന ഡ്രോപ്പിൻ്റെ റേഡിയസ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി റൈസ് ഉണ്ടാവുന്ന ഹൈറ്റ്, ഈ ഹൈറ്റ് എച്ച് ആണെന്നുള്ളതും മറന്നു പോകരുത്. കാപ്പിലറി ഹൈറ്റ് ആണ്, ലിക്വിഡിൻ്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിഗർ അടക്കം വരച്ച്, ഫിഗറിന് മാർക്കുള്ളതാണ്. ഏതൊരു ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബേസിക് കാര്യം വേണം എന്തായാലും. അപ്പോൾ ഡെറിവേഷൻ സെറ്റ് ആക്കണമെങ്കിൽ ആദ്യം ഫിഗർ എന്തായാലും വേണം. ആ ഫിഗർ വരയ്ക്കാൻ ഫിഗറിന് മാർക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ എന്ന് പറഞ്ഞാൽ പി ഐ മൈനസ് പി സീറോ ഡിവൈഡ് ബൈ 2s ആർ ഡാഷ്. ഡ്രോപ്പിൻ്റെ റേഡിയസ് ഇതാണ്. ഡ്രോപ്പിൻ്റെ റേഡിയസ് ആർ ഡാഷ് ആണ്. വരച്ചു. ഓക്കെ, ഇനി പി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പി അറ്റ്മോസ്ഫിയർ ആണ്. പി ഐ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് നമ്മൾ സാങ്കല്പികമായിട്ട് വരച്ചതാണ്. അപ്പോൾ നമുക്ക് പറയാം പി അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് പി ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. എന്ത്? പി ഐനെ പി അറ്റ്മോസ്ഫിയർ ആക്കുന്നു. പി അറ്റ്മോസ്ഫിയർ മൈനസ് പി സീറോ ഇസ് 2s ആർ ഡാഷ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. ഇനി പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞാൽ പി ബി. അതായത് ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. പി എയും പി ബിയും സെയിം ലെവലിലാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ലെവല്, ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ, എല്ലാ ഹൈറ്റും സെയിം ആണെങ്കിൽ അവരുടെ പ്രഷർ എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. നമുക്ക് എഴുതാം പി എ ഈക്വൽ ടു പി ബി എന്ന് എഴുതാം. മറന്നു പോകരുത്, പി എ ഈക്വൽ ടു പി ബി. ഇത് വെച്ചിട്ടാണ് ബാരോമീറ്ററും മെർക്കുറി മാനോമീറ്ററിൻ്റെ പ്രഷർ ലെവലൊക്കെ മെഷർ ചെയ്യണത്. അപ്പോൾ പി എ ഈക്വൽ ടു പി ബി എന്നുള്ള കൺസെപ്റ്റ് മറന്നു പോകരുത്. അപ്പോൾ പ്രഷർ അറ്റ് പി എ, ഈ പി എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ, അതുകൊണ്ട് പി അറ്റ്മോസ്ഫിയർ ആണ്. ഇനിയാണ് പി ബി. പി ബി എന്ന് പറയുന്ന ഈ ലെവലില് യെസ് പുറത്ത് ആ ഇൻസൈഡ് പ്രഷറിൽ നിന്ന് ഹൈറ്റുള്ള വാട്ടർ കോളത്തിൻ്റെ പ്രഷറും കൂടെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പി അറ്റ്മോസ്ഫിയർ ഈക്വൽ ടു പി സീറോ പ്ലസ് എന്തായിരിക്കും? ടോപ്പ് ലെവലിലെ പ്രഷർ എന്താണ്? പി സീറോ പ്ലസ് എന്തും കൂടെ വരുന്നുണ്ട്? എച്ച് റോ ജിയും കൂടെ വരുന്നുണ്ട്. മറന്നു പോകരുത്. ഇനിയുള്ളത് ജസ്റ്റ് ഇപ്പുറത്തേക്ക് ചാടിക്കുക. ആരെ? പി സീറോനെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി അറ്റ്മോസ്ഫിയർ മൈനസ് പി സീറോ സിക്വൽ ടു എച്ച് റോ ജി. സോ ഫസ്റ്റ് ഇക്വേഷൻ ഞാനിവിടെ ബോക്സിലാക്കി വെച്ചു. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ എന്താക്കി വെച്ചു? ബോക്സിലാക്കി വെച്ചു. ഇനിയുള്ള നിങ്ങളുടെ സ്റ്റെപ്പ് ഫസ്റ്റ് സെക്കൻഡും എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടി എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2s ഡിവൈഡ് ബൈ ആർ ഡാഷ്. എഗെയിൻ എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ആ റോ ജി താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2s ഡിവൈഡ് ബൈ ആർ ഡാഷ് റോ ജി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. പോരാ, കാരണം ഒരിക്കലും റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് റേഡിയസ് ഓഫ് ദ ട്യൂബേ നമുക്ക് എക്സാമ്പിൾ തരാറുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയെല്ലാം സെയിം ആണ്. എസ് ഒക്കെ സർഫസ് ടെൻഷനൊക്കെ ഓക്കെയാണ്, റോ ഡെൻസിറ്റി ഓക്കെയാണ്, ജി ഒക്കെ ഓക്കെയാണ്. പക്ഷേ ആർ ഡാഷ് എന്ന് പറയുന്ന വാല്യൂ ആറിലേക്ക് മാറ്റുക. ഓക്കെ, ആറിലേക്ക് മാറ്റാനുള്ള നമ്മൾ സെയിം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് യെസ് ഫ്രം ഡി ഇ എഫ്, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഡി ഇ എഫ് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ആ ഫിഗറിൽ ഈ ഒരു ഹൈപ്പോട്ടീനസ് ആർ ഡാഷ്, ബേസ് എന്ന് പറഞ്ഞാൽ ആർ ഡാഷ്, ആറും ആർ ഡാഷും, ഡി ഇ എഫ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പോൾ ഡി എഫിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് കോസ് തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആർ ബൈ ആർ ഡാഷ്. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റെപ്പ് മാറ്റുക. ആർ ഡാഷ് ആണ് വേണ്ടത്. അപ്പോൾ ആർ ഡാഷ് എടുക്കണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങളെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യരുത്. ആർ ഡാഷ് ഇപ്പുറത്തേക്ക് എടുക്കുക, കോസിൽ താഴെ പോകും. അപ്പോൾ ആർ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് വരും. സോ നമ്മുടെ സ്റ്റെപ്പ് നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ആർ ഡാഷിന് പകരം ആർ ബൈ കോസ് തീറ്റ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു 2s ഡിവൈഡ് ബൈ ആർ ഡാഷ്
റോ ജി എന്നായിരുന്നു. അപ്പോൾ ഈ ആർ ഡാഷിന് പകരം ഈ ഇക്വേഷൻ കൊടുക്കുക, ആർ ബൈ കോസ് തീറ്റ, സിമ്പിൾ, ലാസ്റ്റ് സ്റ്റെപ്പ് കോസ് തീറ്റ മേളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി 2s കോസ് തീറ്റ ഡിവൈഡ് ബൈ റോ ആർ ജി അല്ലെങ്കിൽ ആർ റോ ജി. ഇതാണ് കാപ്പിലറി റൈസിൻ്റെ ഹൈറ്റിൻ്റെ ഫൈനൽ ഇക്വേഷൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഡെറിവേഷൻ വരുന്നൊരു ചാപ്റ്ററും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ മക്കളെ, കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂട്ടൺസ് എന്ത് ചെയ്യുക മക്കളെ, ഫോളോ ചെയ്യുക. എക്സാം അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.